അതിമഹത്തായ അശ്വമേധയാഗങ്ങൾ 99 വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം കർമ്മ പരിസമാപ്തിയെ കുറിക്കുന്ന അവഭൃത സ്നാനം നിർവഹിച്ച പൃഥുവിൻ്റെ പേരിൽ യജ്ഞഫലദാതാക്കളായ ദേവന്മാർ അതീവ സന്തുഷ്ടരായി. അവരെല്ലാം രാജാവിന് അഭീഷ്ടവരങ്ങളെ പ്രദാനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ യാഗം പൂർത്തീകരിക്കാതെ നിർത്തേണ്ടി വന്നത് എന്നത് തിരിച്ചറിയാവുന്നവരായിരുന്നു യജ്ഞഫലദാതാക്കളായ ദേവന്മാർ. ഇപ്പം നമുക്ക് മഹർഷീശ്വരന്മാര് സംഭാവന ചെയ്തിട്ടുള്ള ദേവതാസങ്കല്പം ഈ തിരിച്ചറിവോടുകൂടി ഉള്ളവർ ഉള്ള ദേവതാസങ്കല്പമാണ്. ഇന്നത്തെ നമ്മുടെ ദേവതാസങ്കല്പം ഈ തിരിച്ചറിവില്ലാത്ത ദേവന്മാരല്ലേ, ദേവതാ സമൂഹമല്ലേ എന്ന് തോന്നിപ്പോവുകയാണ് ഇത് വായിക്കുമ്പോൾ. കാരണം ഇന്ന് കൊടുക്കാൻ പറഞ്ഞത്, കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാൻ പറ്റാതെ വന്നാൽ, കൊടുക്കാൻ പറ്റാതെ വന്നതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മളോട് കോപിക്കുന്ന ദേവതാ സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും വാക്ക് പാലിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വാക്ക് പാലിക്കാൻ പറ്റാതെ വന്നാൽ കുപിതരാകുന്ന ഒരു കൂട്ടം ദേവതാ സമൂഹമാണ് ഇന്ന് നമ്മുടെ ദേവതാ സമൂഹം. അല്ലെങ്കിൽ അങ്ങനെയാണ് അവരെ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. ഇവിടെ അങ്ങനെയല്ല. പൃഥു മഹാരാജാവ് എന്തുകൊണ്ടാണ് 100ാമത്തെ യാഗം പൂർത്തിയാക്കാത്തത് എന്നത് തിരിച്ചറിയാവുന്ന ദേവതാ സമൂഹമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരതീയ മഹർഷീശ്വരന്മാർ വരച്ചു കാണിച്ചു തന്ന ദേവതാ സങ്കല്പം ഇന്ന് തമസ്കൃതമായിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഭയമാണ് എല്ലാവർക്കും. ആ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഇതിനെ സമീപിക്കുന്നത് അവരുടെ ഇട്ടാവട്ട ബോധത്തിനകത്ത് നിന്നുകൊണ്ടാണ്. ദേവതകളെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. യജ്ഞഫലദാതാക്കളായ ദേവന്മാർ അതീവ സന്തുഷ്ടരായി. ഈ 99 ചെയ്തതിന് ആണ് അനുഗ്രഹിച്ചത്. 100ാമത്തത് ചെയ്യാത്തതിന് കോപിക്കുകയല്ല ചെയ്തത്. 99 ചെയ്തതിന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ദേവതാ സങ്കല്പത്തിൽ വ്യത്യാസം വരും. അവരെല്ലാം രാജാവിന് വരങ്ങളെ പ്രദാനം ചെയ്തു. രാജാവ് എന്തൊന്നാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ മുഴുവൻ ദാനം ചെയ്തു. അല്ലാതെ 100 ചെയ്യാമെന്ന് പറഞ്ഞതാണ്, 99 ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 99 ഇത്രയും ഫലം, ബാക്കിയുള്ളതിന് ബാക്കി വെച്ചു കൊടുക്കില്ല, അങ്ങനെയല്ല പറഞ്ഞത്. 100 ചെയ്താൽ എന്ത് ഫലമാണോ കിട്ടുക അതാണ് കൊടുത്തത്. കാരണം ഇവിടെ പൃഥു മഹാരാജാവ് ഈശ്വര സേവ ചെയ്യണമെന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് വേറൊന്നും പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ആദ്യത്തെ ചക്രവർത്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു ചക്രവർത്തി ആവാൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം എന്തിനാ ഈ യാഗങ്ങളെല്ലാം ചെയ്തത്? അദ്ദേഹം ഈ യാഗങ്ങളെല്ലാം ചെയ്തത് ദേവതാ പ്രീതിക്ക് വേണ്ടി മാത്രമായിരുന്നു. വേറൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദേവതോന്മുഖരായിട്ടുള്ളവരുടെ പ്രയാണം ഈ ഉദ്ദേശത്തിലല്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈശ്വരനെ സമീപിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല പ്രധാനം. അങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് സൗകര്യം കൂട്ടുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വാട്ടർ ഹീറ്റർ, ഗ്യാസ് സ്റ്റൗവ്, ഇതുപോലത്തെ ഒരു ഉപകരണമാണ് നമ്മളിൽ പലർക്കും ഇന്ന് ഈശ്വരൻ. നമ്മുടെ കാര്യം സാധിച്ചു തരുന്ന, നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു സങ്കല്പം. അത് കോപിച്ചാൽ
കുഴപ്പമുണ്ടാകുമോ എന്നോ പേടിച്ചിട്ടാണ് പലരും പലതും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബഹുഭൂരിപക്ഷം ഈശ്വര വിശ്വാസവും ഭൗതികപരമായതാണ്, അതിൽ ആധ്യാത്മികത ഇല്ല. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസികൾ എന്ന് വിളിക്കുന്നവർക്ക് ബോധവികാസം ഇല്ലാത്തത്. ബോധവികാസമില്ലാത്തത് ഈശ്വരനുണ്ട് എന്നുള്ള ഒരു ബോധ്യം അതുണ്ട് എന്ന് കരുതുന്നവരുടെ പലരുടെയും ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കാര്യം സാധിക്കുന്നതിന് വേണ്ടി ആരാധിക്കുന്ന ഈശ്വര വിശ്വാസം ആധ്യാത്മികം അല്ല, ഭൗതികം ആണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ബോധവികാസത്തെ സൂചിപ്പിക്കുന്നതാണ്. ബോധവികാസമുണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കും, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും, നമ്മൾ ശാന്തരായിത്തീരും. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കൂ. ഈശ്വര വിശ്വാസികൾ എന്ന് കരുതുന്നവർ വരുത്തിക്കൂട്ടുന്ന കുഴപ്പങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. ഇപ്പം ഈശ്വര വിശ്വാസം അവർക്ക് മനുഷ്യനെ കാണാൻ സഹായിക്കുന്നില്ല. അവർ കാണുന്നത് അവരുടെ ആൾക്കാരെയും അവരെയും മാത്രമാണ്. അപ്പൊ അതിലെന്ത് ഉദാത്തതയാണുള്ളത്, എന്ത് ബോധവികാസമാണുള്ളത്? അതുകൊണ്ട് ഈശ്വര വിശ്വാസികളാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശരീരത്തിൽ അണിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾ അധ്യാത്മകർ ആവുകയില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ബോധവികാസമാണ്. ആ ബോധവികാസത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആധ്യാത്മിക സാധന. ബാക്കിയൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. സാധന എന്ന് പറയുന്നത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതുപോലെയാണോ ചൂടുള്ള മുറിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യാൻ വയറിങ് ചെയ്യുന്നത്, അതുപോലത്തെ ഒരു വയറിങ് പ്രക്രിയ മാത്രമാണ് അവരുടെ സാധന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം കാണൽ മാത്രമാണ്. ഈ കാര്യം കാണൽ ഉദാത്തമായ തലത്തിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ നയിച്ചേക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുപാടുകളിലും ഒന്ന് നോക്കിയാൽ അങ്ങനെ നയിക്കപ്പെടുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഉദാത്തതയും ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ സാധാരണ മനുഷ്യരെ പോലെ, വിശ്വാസമില്ലാത്ത ആൾക്കാരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു ഡിവൈൻ ടച്ച് അവരുടെ ജീവിതത്തിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേതുപോലെയാണെന്ന് വെച്ചാൽ വീട്ടിൽ എയർ കണ്ടീഷണർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, വാട്ടർ ഹീറ്റർ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാളുടെ ബോധത്തിന് വികാസമുണ്ടാവുകയില്ലല്ലോ. അതേപോലെ ഉള്ളൂ പൂജാമുറിയിൽ XYZ ദേവതകളുണ്ട് എന്നുള്ളതും. അത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. അത് മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കാത്തിടത്തോളം കാലം അതൊക്കെ ഭൗതികപരമായിട്ടുള്ള ക്രിയാകലാപങ്ങൾ മാത്രമാണ്, ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയല്ല. ഇവിടെ പൃഥു മഹാരാജാവ് നടത്തുന്നത് ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയാണ്. തനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഈശ്വര സേവ ചെയ്യുകയാണ് താൻ. ആ പ്രവൃത്തി തന്നെയാണ് തൻ്റെ ഫലം. ആ പ്രവൃത്തിയിലൂടെ മറ്റൊരു ഫലത്തെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും ദേവന്മാർ ഇദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതും. നടത്താതെ പോയതിന് അനുഗ്രഹം വെട്ടിക്കുറച്ചിട്ടില്ല. കാരണം ഇന്റൻഷനാണ് പ്രധാനം, സങ്കല്പമാണ് പ്രധാനം. ആ സങ്കല്പത്തെയാണ് ദേവന്മാര് കണ്ടത്. ഭാവഗ്രാഹീതു ജനാർദ്ദന, ജനാർദ്ദനൻ ഭാവത്തെയാണ് ഗ്രഹിക്കുക.
ബഹുമാന പുരസരം വർദ്ധിച്ച ദക്ഷിണകൾ നൽകി സൽക്കരിച്ചതുകൊണ്ട് സന്തുഷ്ടരായവരും അനുഗ്രഹിച്ചാൽ കണിശമായും ഫലിക്കുന്ന വിധത്തിൽ തപശക്തിയുള്ളവരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആദിരാജാവായ പൃഥുവിനെ വേണ്ടും വണ്ണം ആശീർവദിച്ചു. ബഹുമാന പുരസരം വർദ്ധിച്ച ദക്ഷിണങ്ങൾ നൽകി സൽക്കരിച്ചത് കൊണ്ട്, ബഹുമാന പുരസരമാണ് ദക്ഷിണ കൊടുത്തത്, വർദ്ധിച്ച ദക്ഷിണകളാണ് നൽകിയത്. കടലാസിൽ എഴുതി തരുന്ന ദക്ഷിണയല്ല കൊടുത്തത്, വർദ്ധിച്ച ദക്ഷിണയാണ് കൊടുത്തത്. മനസ്സ് സന്തോഷിക്കുമ്പോൾ ധാരാളമാണ് കൊടുക്കുക. അപ്പൊ നമ്മുടെ പലരുടെയും മനസ്സ് സന്തോഷിക്കുമ്പോൾ അങ്ങനെ ധാരാളം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഒന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള സന്തോഷം ഉണ്ടാകാറില്ല. രണ്ട്, നമ്മുടെ സന്തോഷം ഇട്ടാവട്ട ബോധത്തിനകത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആണ് നമ്മൾ ഈ വർദ്ധിച്ചത് കൊടുത്ത് കാണാത്തത്. വർദ്ധിച്ച ദക്ഷിണകൾ കൊടുക്കുക ആ സന്തോഷം കൂടുമ്പോഴാണ്. അത് ബഹുമാന പുരസ്സരമാണ് കൊടുക്കുക. എനിക്ക് കൊടുക്കാൻ പറ്റുന്നു, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്, ബഹുമാന പുരസ്സരമാണ് കൊടുക്കുന്നത്. വാങ്ങുന്ന കൈകൾ കൊടുക്കുന്ന കൈകളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി കൊടുക്കുമ്പോൾ മാത്രമേ കൊടുക്കുന്നത് ബഹുമാന പുരസ്സരമാകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബഹുമാന പുരസരം വർദ്ധിച്ച ദക്ഷിണകളാണ് നൽകിയത്, കുറച്ചൊന്നുമല്ല, തൻ്റെ കഴിവിനനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടലാസ് തുണ്ടിൽ എഴുതി കൊടുത്ത സംഖ്യ ദക്ഷിണയായിട്ട് കൊടുക്കുമ്പം അതില് ബഹുമാനമൊക്കെ ഉണ്ടാവുക അപൂർവമാണ്. അവിടെ വിലപേശലും കണക്ക് കൃത്യമാക്കലും മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ എഴുതിയില്ലെങ്കിലോ ചിലപ്പോൾ ഒന്നും കിട്ടിയെന്നും വരില്ല. അങ്ങനെ കുറച്ചു കാലം ഒരു പക്ഷെ പലതും ചെയ്തിട്ടും ഒന്നും കിട്ടാതെ വന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം പലരും കടലാസുകളിൽ കണക്കുകൾ എഴുതി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുക്കാൻ അറിയാവുന്ന മഹാമനസ്കതയോട് കൂടിയിട്ടുള്ള ഒരു സമൂഹമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. എടുക്കാനാണ് താല്പര്യം, കൊടുക്കാനല്ല. പക്ഷെ ഭാരതീയ മഹർഷീശ്വരന്മാര് വരച്ചു കാണിച്ചു തന്നിട്ടുള്ള മഹാത്മാക്കളെല്ലാം കൊടുക്കുന്നതിൽ അതീവ തൽപരരായിരുന്നു. അതും ബഹുമാന പുരസരം കൊടുക്കുന്നതിൽ തൽപരരായിരുന്നു. എറിഞ്ഞു കൊടുക്കുകയല്ല, ബഹുമാന പുരസരം കൊടുക്കുക. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാന പുരസരം വർദ്ധിച്ച ദക്ഷിണകൾ നൽകി സൽക്കരിച്ചത് കൊണ്ട് സന്തുഷ്ടരായവരും അനുഗ്രഹിച്ചാൽ കണിശമായും ഫലിക്കുന്ന വിധത്തിൽ തപശക്തിയുള്ളവരും. അപ്പം ഈ ജനറോസിറ്റി കൊടുക്കുന്നത്, അത് അസൂയയ്ക്കും അത്യാഗ്രഹത്തിനും ഒരു മറുമരുന്നും കൂടിയാണ് ഈ ജനറോസിറ്റി, കൊടുക്കുക എന്നുള്ളത്. അസൂയയുള്ളവരും അത്യാഗ്രഹമുള്ളവരും കൊടുത്തു ശീലിക്കുകയാണെങ്കിൽ അവരുടെ അസൂയയിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അതുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടേതാക്കുന്ന സമയത്ത്, എടുക്കുന്ന സമയത്ത് നമ്മൾ സങ്കുചിതരാവുകയാണ് ചെയ്യുന്നത്. കൊടുക്കുമ്പോഴാണ് നമ്മൾ വിശാലരാവുന്നത് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഈ ബഹുമാന പുരസരം ധാരാളം കൊടുക്കുമ്പോൾ ഈ കിട്ടുന്നതിൻ്റെ ധാരാളിത്തമല്ല ശരിക്കും വാങ്ങുന്നയാളിൽ സന്തോഷം ഉണ്ടാക്കുന്നത്. ഈ കൊടുക്കുന്നയാൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ബഹുമാന പുരസരം ധാരാളം കൊടുക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അത്രയധികം വികാസവും സന്തോഷവും ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ മാത്രമേ ബഹുമാനത്തോടു കൂടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ സന്തോഷം, കൊടുക്കുന്നയാളുടെ സന്തോഷം വാങ്ങുന്നയാളിലേക്കും പകരും. കിട്ടുന്നതിൻ്റെ ധാരാളിത്തമല്ല സന്തോഷത്തെ ഉണ്ടാക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ വർദ്ധിച്ച ദക്ഷിണകൾ നൽകി സൽക്കരിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞു. ബഹുമാന പുരസരം വർദ്ധിച്ച ദക്ഷിണകൾ നൽകി സൽക്കരിച്ചത് കൊണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം
ബഹുമാന പുരസ്സരം കൊടുക്കുകയാണ്. അല്ലാതെ ധാരാളം കിട്ടുമ്പം സന്തോഷിക്കും, ആൾക്കാരെ സന്തോഷിക്കും. അത് സങ്കുചിതമായ സന്തോഷം മാത്രമാണ്, വിശാലാടിസ്ഥാനത്തിലുള്ള സന്തോഷമല്ല. വിശാലാടിസ്ഥാനത്തിലുള്ള സന്തോഷം കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കിട്ടിയ തുകയുടെ വലുപ്പമല്ല, കൊടുത്തയാളുടെ സന്തോഷമാണ് പകരുന്നത്. അത് പകരുകയാണ്. അങ്ങനെ ആ സൽക്കരിച്ചത് കൊണ്ട് സന്തുഷ്ടരായവരും, അങ്ങനെ അവർ സന്തോഷിച്ചാൽ അനുഗ്രഹിച്ചാൽ കണിശമായും ഫലിക്കുന്ന വിധത്തിൽ തപശക്തിയും ഉള്ളവരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠർ, അവരെയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠർ എന്ന് വിളിക്കുന്നത്. അനുഗ്രഹിച്ചാൽ കണിശമായും ഫലിക്കുന്ന വിധത്തിൽ. അവർ പറഞ്ഞതായിരിക്കും. അവരങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അവരുടെ ബോധം വികസിത തലത്തിൽ ഉള്ളതായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇന്നുണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കി കണ്ടെത്തേണ്ടതാണ്. ഈ പറഞ്ഞ തരത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ളവർ ഇന്ന് സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. എല്ലാം കണക്കു പറഞ്ഞ് ചെയ്യുന്ന രീതിയിലേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൈവം. ദൈവത്തെ പോലും ഉപയോഗിക്കുന്നത് പണമുണ്ടാക്കാനാണ്, പേരുണ്ടാക്കാനാണ്, ആളാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സമൂഹം, റോഡുകളുമൊക്കെ വികസിക്കുന്നുണ്ട്. തോടുകൾ ചുരുങ്ങുകയും റോഡുകൾ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ മനസ്സ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ പോലും ഒരു വിപണന ചരക്കാക്കി മാറ്റുമ്പോൾ അവിടെ എന്ത് വികാസമാണ് ഉണ്ടാവുക? ഞാനിതൊക്കെ പറയുമ്പം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാകും. ഇത് കേൾക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതൊക്കെ ബോധത്തോടു കൂടി പറയുന്നത് തന്നെയാണ്. അല്ലാതെ ഇത് പറയാനിരിക്കുമ്പോൾ എൻ്റെ വായി തോന്നിയതുപോലെ പറയുന്നതല്ല. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ നിങ്ങളിൽ ആരെയെങ്കിലും പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രകോപിതരായത് എന്നാണ് ചിന്തിക്കേണ്ടത്. അത് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ അനുഗ്രഹിച്ചാൽ കണിശമായും ഫലിക്കുന്ന വിധത്തിൽ തപശക്തി ഉള്ളവരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠർ, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇന്ന് എവിടെയും ഇല്ല. കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും കണക്ക് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അനുഗ്രഹിച്ചാൽ കണിശമായി ഫലിക്കുന്ന തപശക്തിയുള്ള ആരുണ്ടാവാനാണ്? അതൊക്കെ കഥകളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന കാര്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർ ആദിരാജാവായ പൃഥുവിനെ വേണ്ടും വണ്ണം ആശീർവദിച്ചു. സന്തോഷത്തോടുകൂടി കിട്ടിയ ധാരാളം അവരിലും സന്തോഷമുണ്ടാക്കി. ആ സന്തോഷം അവര് ഈ രാജാവിനെ അനുഗ്രഹിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കിട്ടും. കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കിട്ടും എന്നുള്ളത് കൊണ്ടല്ല കൊടുക്കുന്നത്. പക്ഷെ കൊടുത്താൽ, നമ്മുടെ ഒരു ചൊല്ലില്ലേ, കൊല്ലത്ത് കിട്ടും എന്ന്, അതുപോലെയാണ്. അറിഞ്ഞു കൊടുക്കണം, സന്തോഷത്തോടു കൂടി കൊടുക്കണം. അപ്പൊ എന്ത് പറ്റും? വാങ്ങിക്കുന്ന ആൾക്കാർ അവരും ശ്രേഷ്ഠരായിരിക്കണം. ശ്രേഷ്ഠരായവർക്ക് കൊടുക്കണം, അർഹതയുള്ളവർക്ക് കൊടുക്കണം. അവരുടെ മനസ്സ് സന്തോഷിക്കും, കുളിരും. അവര് ആ സന്തോഷമാണ് അനുഗ്രഹം. അപ്പം എന്തു സാധിക്കും? എന്തു സംഭവിക്കും? ധാരാളം കൊടുക്കുവാൻ നമുക്കുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ധാരാളം കൊടുക്കും. അപ്പോൾ ധാരാളം ആൾക്കാരുടെ മനസ്സ് സന്തോഷമുള്ളതാവും. അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകും. ആ അനുഗ്രഹം നമ്മളിൽ ധാരാളിത്വത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരാളും കുറഞ്ഞു പോവുകയില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒന്നുമില്ലാത്തവരായി തീർന്നവരുടെ കഥകൾ. അത് സങ്കുചിതമായ ബോധതലത്തിനകത്ത് നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. കൊടുക്കുന്നതിൻ്റെ സന്തോഷത്തെ അറിഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് അല്ല അങ്ങനെ സംഭവിക്കുന്നത്. ഇവര് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടിയല്ല, ആളാകാൻ വേണ്ടി കൊടുക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ചും ഒന്നും കാര്യമില്ല.
കൊടുക്കേണ്ടി വന്നല്ലോ എന്ന ഗതികേട് കൊണ്ട് കൊടുക്കുക, അതുകൊണ്ടും കാര്യമൊന്നുമില്ല. സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ വാങ്ങിക്കുന്നവൻ്റെ മനസ്സിലൊരു കുളിര് കോരും. ആ കുളിര്, ആ സന്തോഷം, ആ ആർദ്രത അനുഗ്രഹമായി തീരും. അപ്പോൾ ധാരാളം ധാരാളം കൊടുക്കാനുണ്ടാകും. അങ്ങനെ കൊടുക്കുന്നതിലൂടെയാണ് ധാരാളം ഉണ്ടാവുക. ഈ തപശക്തിയുള്ളവരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആദിരാജാവായ പൃഥുവിനെ വേണ്ടും വണ്ണം ആശീർവദിച്ചു. അപ്പൊ എന്തുണ്ടാവും? രാജാവിന് കൂടുതലുണ്ടാവും. അപ്പൊ രാജാവ് എന്ത് ചെയ്യും? ഇതുപോലത്തെ സത്കർമ്മങ്ങൾ വീണ്ടും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കൂടുതൽ കൊടുക്കും. അപ്പൊ വാങ്ങിക്കുന്നവരെന്ത് ചെയ്യും? വീണ്ടും അനുഗ്രഹിക്കും. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് തുടരും. ഈ യാഗവേദിയിൽ വന്നു ചേർന്ന എല്ലാവരെയും പിതൃക്കൾ, ദേവന്മാർ, മഹർഷിമാർ, മനുഷ്യർ എന്നിങ്ങനെ സകലരെയും ദാനമാനാദികളാൽ മഹാബാഹുവായ അങ്ങ് ആദരപൂർവം പൂജിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. ഒരാളുപോലും, വന്നവരിൽ ഒരാളുപോലും ഉച്ചനീചത്വത്തിന് വിധേയമായില്ല. അതും കൂടെ ശ്രദ്ധിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതാർക്കാ സാധിക്കുക? വികസിത ബോധമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഉച്ചനീചത്വം ഉണ്ടാകും. ആ ഉച്ചനീചത്വം അനുസരിച്ചിട്ടായിരിക്കും അവർ പെരുമാറുക. ഇവിടെ അങ്ങനെയല്ല. വന്നവരുടെ ആവശ്യാനുസരണം മാത്രം അല്ല, തൻ്റെ വിശാലതയുടെ പ്രകടനമായിട്ട് അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പം ഈ യാഗവേദിയിൽ വന്നു ചേർന്ന എല്ലാവരെയും, ഒരാളെയും ഒഴിവാക്കിയില്ല. പിതൃക്കൾ, ദേവന്മാർ, മഹർഷിമാർ, മനുഷ്യർ, പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും അവിടെ, അവർക്കൊക്കെ എന്നിങ്ങനെ സകലരെയും ദാനമാനാദികളാൽ സന്തോഷിപ്പിച്ചു. ദാനം കൊടുത്തു മാത്രമല്ല സന്തോഷിപ്പിച്ചത്, മാനിച്ചും സന്തോഷിപ്പിച്ചു. എല്ലാവരും തനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം മഹാരാജാവ് ഉണ്ടാക്കി കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരും തനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഈ പൃഥു മഹാരാജാവിന് സാധിച്ചു. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷമുണ്ടായത്. അല്ലാതെ പിച്ച കിട്ടിയതിലുള്ള സന്തോഷമല്ല, മാനിക്കപ്പെട്ടാണ് കിട്ടുന്നത്, ബഹുമാനിതരായിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ദാനമാനാദികളാൽ മഹാബാഹുവായ അങ്ങ് കൊടുക്കുന്നതിൽ, മഹാബാഹു വലിയ കൈകളോട് കൂടിയത്, എത്ര കൊടുത്താലും മതിവരാത്ത കരങ്ങളോട് കൂടിയ രാജാവ്. മഹാബാഹു എന്നുള്ളതിന് യുദ്ധസമയത്തും രാജാവിനെ വിശേഷിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ യുദ്ധമല്ല, ഇവിടെ കൊടുക്കുകയാണ്. നിറഞ്ഞ മനസ്സോടുകൂടി, ബഹുമാനത്തോടുകൂടി എല്ലാവർക്കും ധാരാളം കൊടുക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാബാഹു എന്നാണ് വിളിച്ചത്. മഹാബാഹുവായ അങ്ങ് ആദരപൂർവം പൂജിച്ചിരിക്കുന്നു. ആദരപൂർവം, അടിവരയിടണത്, പൂജിച്ചിരിക്കുന്നു. തൻ്റെ വലിപ്പം കാണിക്കാനല്ല, താൻ ആദിരാജാവാണ് എന്നത് വിളിച്ചറിയിക്കാനല്ല, തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനുമല്ല, തൻ്റെ വിശാലതയുടെ ഭാഗമായിട്ട് എല്ലാവരും തൻ്റെ തന്നെ ഭാഗമാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി വന്നവരെ എല്ലാവരെയും ഒരാളൊഴിയാതെ എല്ലാവരെയും ആദരവപൂർവം പൂജിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അത് വികസിത ബോധതലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ആ ബോധതലത്തിലേക്ക് പോകാൻ, ആ ബോധതലത്തിൽ എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഇവിടെ 19ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ 19വിംശോऽധ്യായഃ.